വിധി പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ. അതിൽ എവിടെയാണ് ഈ കെ ബാലകൃഷ്ണൻ ജഡ്ജ് ഈ കേസ് അത് 3 പ്രതികളെയും വെറുതെ വിടുന്നെന്ന് വിശദീകരിക്കുന്നുണ്ടാവുമല്ലോ. അത് ഏത് പോയിന്റുകൾ നേരത്തെയാണ് ഈ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നത്? അതായത് ഒന്നാമത്തത് 3 സെറ്റ് ഓഫ് മോട്ടീവ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിരുന്നു. ഒന്ന് 16/5/2016 തീയതി അസംബ്ലി ഇലക്ഷന് 1-ാം പ്രതിയും മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരു ഗ്രൂപ്പും തമ്മിലുള്ള സെൻസിറ്റീവ് ബൂത്തിൽ വെച്ചിട്ട് കാസർഗോഡിൽ വെച്ച് ഒരടി. അത് തെളിയിക്കാൻ 4ഓളം സാക്ഷികളെ വിസ്തരിച്ചു. അതിന് FIR ഉണ്ടായിരുന്നില്ല. ആ അടിക്ക് FIR രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആ മോട്ടീവ് ഡിസ്ബിലീവ് ചെയ്തു. അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ആരും പരാതി തന്നില്ല അതുകൊണ്ടാണ് FIR ഇടാത്തത് എന്ന് പോലീസിൻ്റെ മൊഴിയുണ്ട്. 323 നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്. 323 പോലീസിന് നേരിട്ട് FIR ഇടാനുള്ള അധികാരമില്ല. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെയാണ് ഈ 4 സാക്ഷികളുടെയും ഈ ഒരൊറ്റ കാരണത്താൽ ഡിസ്ബിലീവ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ മോട്ടീവ് 32-ാം സാക്ഷി ചൂരിപ്പള്ളിയിലേക്ക് വെള്ളത്തൊപ്പിയും ഇട്ട് പോകുമ്പോൾ 1ഉം 2ഉം പ്രതികൾ വന്ന് കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവമാണ്. അയാൾ പിന്നീട് TI പരേഡിന് ശേഷം ഉത്തരദേശം പത്രത്തിൽ വന്ന ഫോട്ടോ കണ്ടിട്ടാണ് ഈ പ്രതികളെ തിരിച്ചറിയുന്നത്. അതിനെ കാസർഗോഡ് പോലീസ് 378/2016 നമ്പർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അയാളുടെ തലക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അയാൾ പ്രതികളെ സ്റ്റേഷനിൽ വെച്ച് തിരിച്ചറിഞ്ഞു. അത് അന്ന് പ്രതികൾ വന്ന ആ സ്കൂട്ടർ കണ്ടെടുത്തില്ല എന്ന് പറഞ്ഞ് അതും ഡിസ്ബിലീവ് ചെയ്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, 378/2016 നമ്പർ കേസിൻ്റെ ട്രയലാണോ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തിയത്? ഇത് മോട്ടീവിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു വസ്തുതയാണ്, അല്ലാണ്ട് അതിലെ മോട്ടോർ സൈക്കിൾ കണ്ടെടുത്തുവോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ആ കേസിലെ തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയെന്നുള്ള ഇതിൽ പരിഗണിച്ചു. ഞാൻ കാണിച്ചു തരാം ജഡ്ജ്മെൻറ്റിൽ 3 വളരെ പ്രധാനപ്പെട്ട, അതായത് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്നാൾ 18/3/2017 തീയതി മിഡ് നൈറ്റിൽ താളിപ്പടപ്പിൽ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. ആ ടൂർണമെൻറ്റ് നടക്കുന്നതിനുള്ള എല്ലാ മൈക്ക് പെർമിഷനും രേഖകളൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് 1ഉം 2ഉം പ്രതികൾ ടൂർണമെൻറ്റ് സൈറ്റിലെത്തി. അവിടെ നിർത്തിയിട്ടിരുന്ന PW33 വിജയൻ്റെ പേരിലുള്ളതല്ല, വിജയൻ്റെ ഏട്ടൻ്റെ പേരുള്ള വിജയൻ അവിടെ വന്ന KL 14E 5992 മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് നടത്തി. ഈ മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് നടത്തി ഇവർ റോഡിലൂടെ കത്തി കാണിച്ച് ആദ്യം 4 മുസ്ലിം ചെറുപ്പക്കാരായിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. കറന്തക്കാട് ഭാഗത്തേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന് കയ്യിൽ 2-ാം പ്രതി വണ്ടി ഓടിക്കുന്നു. 1-ാം പ്രതിയുടെ കയ്യിൽ ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ബിയർ ബോട്ടിൽ ജനങ്ങൾക്ക് നേരെ എറിയുന്നു, മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ എറിയുന്നു. അവർ തിരിച്ച് കല്ലെറിയുന്നു. 1ഉം 2ഉം പ്രതികൾ പോയി ദുർഗപരമേശ്വരി ടെമ്പിളിൻ്റെ മുമ്പിൽ വീഴുന്നു. വിജയൻ്റെ പരാതി പ്രകാരം ഞാൻ പറഞ്ഞല്ലോ 33-ാം സാക്ഷി, കാസർഗോഡ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. ആ വണ്ടി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഈ 19/3/2017 തീയതി 2-ാം പ്രതി എടുത്ത സെൽഫിയിൽ, മൊബൈൽ ഫോണിലെ സെൽഫിയിൽ പരിക്കുകളുള്ള ഫോട്ടോ കാണുന്നു. ഇതേ ഫോട്ടോസ് പ്രതികളുടെ അറസ്റ്റിന് ശേഷം ഡോക്ടർ റെക്കോർഡ് ചെയ്യുന്നു. 53-ാം സാക്ഷി ഡോക്ടർ അഗസ്റ്റിൻ പ്രതികളോട് ചോദിക്കുന്നു, 1ഉം 2ഉം പ്രതികളോട് ചോദിക്കുന്നു, ഈ പരിക്ക് എങ്ങനെയാണ് പറ്റിയത്? 1ഉം 2ഉം പ്രതികൾ ഡോക്ടർ അഗസ്റ്റിനോട് പറയുന്നു, 5 ദിവസം മുമ്പേ, ഷിനോജ് ആലോചിക്കണം, 24-ാം തീയതിയാണ് മെഡിക്കൽ എക്സാമിനേഷൻ, 5 ദിവസം മുമ്പേ 19 ബൈക്കിൽ നിന്ന് വീണിട്ടും ആളുകൾ കല്ലെറിഞ്ഞിട്ടും. ഇതിന് 5 സാക്ഷികളെ വിസ്തരിച്ചു. പോരെ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ? ഈ മോട്ടീവ് കോടതി ഡിസ്കാർഡ് ചെയ്തിരിക്കുന്നത് അതിലും FIR ഇല്ല ആ സംഭവത്തിനെന്ന് പറഞ്ഞു. കാസർഗോഡുള്ളൊരു പ്രദേശം എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന് സാക്ഷികൾ പറയുന്നുണ്ട്. ആ സാക്ഷി പറയുന്ന ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്, ചൊറ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നാലെ പരാതിയുമായിട്ട് പോവാതിരുന്നത്. ഒരു FIR ആണോ എന്തിൻ്റെയും അടിസ്ഥാനം? ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? അതായത് ഡോക്ടറുടെ മൊഴിയും വിവരങ്ങൾ ഉണ്ടായിട്ട് പോലും അതും പരിഗണിച്ചില്ല. അതിൽ പറഞ്ഞത് 1-2 ഗ്രൗണ്ടുകൾ പറഞ്ഞു. ഒന്ന്, ഹെൽമെറ്റ് ഇട്ടാൽ ഐഡൻറ്റിഫിക്കേഷൻ പറ്റില്ല, ഹെൽമെറ്റ് ഇട്ടാണ് അവർ വന്നിരിക്കുന്നത്. 2, അവിടെ ലൈറ്റ് ഉണ്ടോ? ഷിനോച്ചോ, ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്, ഫ്ലഡഡ് ലൈറ്റ് ആയിരിക്കും. മാത്രമല്ല ഇതൊന്നും ഡിഫൻസ് ചലഞ്ച് ചെയ്തിട്ടുമില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ ഡിഫൻസ് ചലഞ്ച് ചെയ്യാത്ത കാര്യങ്ങളാണ്.